ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയാണെന്ന് ചോദിച്ച ഒരാൾക്കുള്ള ഉത്തരമാണ് കൊടുക്കുന്നത്. ഇന്ന് എൻ്റെ ഇൻകവും എൻ്റെ എക്സ്പെൻസും അതുപോലെ എൻ്റെ ഗോളുകൾക്കായിട്ട് ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാം. ഇത് താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന റുപ്പിമംഗിലൂടെ കാണാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ആളുകളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള ഒരു ഡയറക്ഷൻസ് വീഡിയോ രൂപത്തിലും അതുപോലെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോഴും കൊടുക്കുന്നതാണ് നമ്മുടെ രീതി. ഇന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഓരോ മാസവും ക്യാഷ് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറിയാണ്. 68%, അതായത് 100 രൂപ എനിക്ക് ടോട്ടൽ ഒരു മാസം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 68 രൂപയും എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്, എൻ്റെ പ്രധാനപ്പെട്ട ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾക്കൊരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആയിരിക്കണം നമ്മളുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം. അല്ലെങ്കിൽ അല്ലാതെ നമ്മളുടെ റുപ്പിമംഗോ യൂട്യൂബോ ഒന്നും നമ്മളുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അല്ല. അതിന് പകരമായിട്ട് നമ്മൾ ആർജിച്ചെടുത്ത സ്കില്ലും നമ്മുടെ എക്സ്പീരിയൻസും വെച്ച് നമുക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ജോലി, അതിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റുപ്പിമംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാനലിൽ നിന്നുള്ള വരുമാനങ്ങൾ നമുക്ക് 22 രൂപ, അതായത് 100 രൂപയിൽ 22 രൂപ അത്തരം വരുമാനങ്ങളാണ്. ഒരു 100 രൂപയിൽ 6 രൂപ നമുക്ക് 2 റെൻ്റൽ പ്രോപ്പർട്ടികളുണ്ട്. ആ 2 റെൻ്റൽ പ്രോപ്പർട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ ഏകദേശം 100 രൂപയുടെ ഒരു 4 രൂപ വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നാലും പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്നുള്ള വരുമാനമാണ്. അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ സ്കില്ലുകളും എക്സ്പീരിയൻസുകൾക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഞാനടക്കമുള്ള എല്ലാവരുടെയും ഒരു രീതിയായിരിക്കും. അതില്ല എന്നുള്ള ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കും. 100-ൽ 68 പോയി ബാക്കി 32 കൊണ്ട് നമ്മൾ ജീവിതം കഴിച്ച് കൂട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു പ്രധാന സ്കില്ലുണ്ടാവുക, നമ്മൾക്കൊരു പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സ് ഉണ്ടാവുക, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് വരുമാനം കൂടുതൽ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് അറിയട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഇൻകത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾക്ക് ഇൻകം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാനായിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറുള്ള 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇങ്ങനെ ഓരോ മാസവും നമുക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, അത് എല്ലാവരുടെയും കാര്യത്തിൽ ഒരേ രീതിയിലായിരിക്കില്ല എന്നുണ്ടെങ്കിലും മോർ ഓർ ലെസ് എല്ലാവർക്കും ഒരു രീതിയിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ സാലറി, എൻ്റെ പ്രധാനപ്പെട്ട വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കും. അതുപോലെ എൻ്റെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള പൈസകൾ, ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ ടേം ഇൻഷുറൻസും ഉണ്ട്. ആ 2 ഇൻഷുറൻസുകൾക്കുള്ള പൈസ അടയ്ക്കും. ആ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് എല്ലാ മാസവും 1-ാം തീയതിയോ 2-ാം തീയതിയോ ആയിട്ട് നമ്മളത് ചെയ്യും എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കിയുള്ള ഒരു 29-30 ദിവസം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ജീവിതം വളരെ കളർഫുള്ളായിട്ട് ആഘോഷിക്കാനായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾക്ക് വീക്ക്ലി സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാനൊരു മാസവരുമാനക്കാരനായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിലും നമ്മളുടെ റുപ്പിമംഗിൽ നിന്നുള്ള വരുമാനവും മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഒരു ആഴ്ച തോറും കിട്ടുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മിക്കവാറും വീക്കിലിയാണ് നടക്കുന്നത്. എല്ലാ വീക്കിലും ഇപ്പോൾ ഒന്നുകിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ, ചിട്ടിയിൽ, അല്ലെങ്കിൽ RDകളിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുക. എൻ്റെ പ്രധാനപ്പെട്ട 2 ഗോളുകൾക്കുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും മ്യൂച്വൽ ഫണ്ടുകൾ വഴി നടക്കുന്നത് എല്ലാ ആഴ്ചയും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മ്യൂച്വൽ ഫണ്ടുകളിലായിട്ട് ഓരോ നിശ്ചിത തുക ഇടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അഡീഷണലായിട്ട് വരുന്ന പൈസ നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാറുമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അപ്രോച്ച് ഇതാണ്. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട രീതി ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കാം. അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു സജഷൻ കിട്ടുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പലതരത്തിലുള്ള വരുമാനം വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഞാൻ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് അടുത്തായിട്ട് ക്യാഷ് ഔട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എനിക്ക് 100 രൂപ എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ 22 രൂപ എൻ്റെ വീട്ടു ചിലവുകൾക്കായിട്ടാണ് ഞാൻ ചിലവഴിക്കുന്നത്. എനിക്കൊരു ഹോം ലോൺ ഉണ്ടെന്നറിയാമല്ലോ, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് ലോണിലാണ്. അത് 8 രൂപ, എൻ്റെ 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ
8 രൂപ ആ ലോണിലേക്ക് അടവ് പോകുന്നുണ്ട്. അതുപോലെ ചിട്ടി ഒരു 5% ചിട്ടിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഒരു ബാങ്കുകളിലൊക്കെ നമ്മൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 12% അങ്ങോട്ട് പോകുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം നടക്കുന്നത്. 39% മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടക്കുന്നുണ്ട്. അതുപോലെ 14% ഓൺ ആൻ ആവറേജ് നമ്മൾ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാറുണ്ട്. സ്റ്റോക്കുകളിലെ നിക്ഷേപം സ്റ്റോക്ക് മാർക്കറ്റിലെ അവസ്ഥ അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഉയർന്നു നിൽക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് അവസ്ഥയിൽ നമ്മൾ അധികം ഇൻവെസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ താഴ്ന്നു നിൽക്കുന്ന സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ കൂടിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്താറുണ്ട്. മിക്കവാറും എല്ലാ മാസവും എൻ്റെ ഒരു ചിലവുകൾ ഈ രീതിയിലാണ് നടന്നു പോകുന്നത്. അത് എൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റിങ്ങിൻ്റെ വിജയമാണ് എന്ന് പറയാം. ബഡ്ജറ്റിങ്ങും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതുമാണ് എൻ്റെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ വിജയമെന്ന് 100% പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ബഡ്ജറ്റിംഗ് കൃത്യമായാലേ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബഡ്ജറ്റിംഗ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് പേഴ്സണലൈസ്ഡ് നിങ്ങൾക്ക് ചെയ്ത് തരാൻ നിങ്ങൾക്ക് റുപ്പി ബാങ്കിൻ്റെ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ മാസവും വരുമാനം വരുന്നതും ചിലവുകൾ ചെയ്യുന്നതും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതികളൊക്കെ നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഓരോ മാസവും ചെയ്തുകൊണ്ട് പോകുന്നതിന് പുറമെ ഓരോ വർഷം കൂടുന്തോറും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഞാനൊന്ന് റിവൈസ് ചെയ്യാറുണ്ട്. അതാണ് ഈ ഇയർലി അപ്രോച്ച് എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റുകളാണ്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ, സ്റ്റോക്കുകൾ, മറ്റുള്ള കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ, അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഒരു സാധാരണ ഇൻവെസ്റ്റർ ആയാലും വലിയ പൈസയുള്ള ഇൻവെസ്റ്റർ ആയാലും നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗോളുകൾ അച്ചീവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും നമ്മളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്യുക. അപ്പോൾ 4-5 വർഷം മുമ്പുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഗോളുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ അപ്രോച്ചുകളിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒടുക്കമാവുക എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ സിറ്റുവേഷനുകൾക്കനുസരിച്ച് മാറുക, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഫിനാൻഷ്യൽസിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഈ ലേൺ ആൻഡ് അഡാപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളും കൂടെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി കൊണ്ടുവരിക. അതാണ് ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുക, നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, ടോപ്പ് അപ്പ് ചെയ്യുക. ഈ 3 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും നമ്മളുടെ കാര്യങ്ങളിലേക്ക് മുൻകൂട്ടി നമ്മളുടെ ഗോളുകളിലേക്ക് എത്താനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഗോൾ ബേസ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇനി പറയാനായിട്ട് പോകുന്നത് എൻ്റെ ഗോളുകളും ഞാൻ എങ്ങനെ ആ ഗോളുകൾ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. 4 ഗോളുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിൽ ഒന്നാമത്തെ ഗോള് കിഡ്സ് വെൽബീയിങ് ആണ്. കുട്ടികൾ 2 പേരുണ്ട്, അവരുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഗോള്. കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവി കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന നിക്ഷേപ മാർഗ്ഗങ്ങൾ സുകന്യ സമൃദ്ധി യോജനയിൽ നിക്ഷേപിക്കുന്നുണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ചെറിയ നിക്ഷേപങ്ങളുണ്ട്, ഗോൾഡ് ETF-കളിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, വാല്യൂ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP-കൾ ഓരോ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഈ കിഡ്സ് വെൽബീയിങ്ങിനായിട്ട് കുട്ടികളുടെ ഒരു ഭാവിയിലേക്ക് ഒരു 5-10 വർഷത്തിനൊക്കെ ശേഷം നടക്കാൻ പോകുന്ന ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു 60% നമ്മളിപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തൊരു ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് EPF, എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട്, ഞാൻ ജോലി ചെയ്തിരിക്കുന്ന സ്ഥാപനവും ഞാനും കൂടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ ഞങ്ങളുടെ 10 സ്റ്റോക്കുകൾ, ക്രോർപതി സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കൂടെ ഫോളോ ചെയ്യുന്ന ആളുകളും ഫോളോ ചെയ്യുന്ന ക്രോർപതി സ്റ്റോക്കുകളിൽ വളരെ മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുപോലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലായിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളിലും ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് SIP-കൾ വീക്കിലി ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ അടുത്ത ഒരു 4-5 വർഷത്തിനുള്ളിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ ഡെറ്റ് ഫ്രീ ആവുക അല്ലെങ്കിൽ ലോണുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളൊരു ഗോളിനായിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും നടത്തിയിട്ടുള്ളത് ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ മുതലായുള്ള സംഗതികളിലും ലോങ് ടേം ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ട്രഷറിയിലും KSF-യിലും ഒക്കെയുള്ള ലോങ് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വഴിയുമാണ്. അപ്പോൾ KSF-യിൽ ഒരു ചിട്ടി വിളിച്ചിട്ട് അതിൻ്റെ ബാധ്യത തുക നമ്മളവിടെ ലോങ് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് 9% നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ 8% നമ്മളുടെ
കേരള ട്രഷറിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ ബോണ്ടുകളിലും കടപ്പത്രങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡെറ്റ് ഫ്രീ ആയിട്ട് കുറച്ച് നാളിന് ശേഷം ഇരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാലാമത്തെയും അവസാനത്തെയും ഗോളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗോളാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും ഒരു പ്രത്യേക രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പക്ഷേ ഹൈബ്രിഡ് ആയിട്ടുള്ള കുറച്ച് ഫണ്ടുകളിലും ഡെറ്റ് ആയിട്ടുള്ള കുറച്ച് ഫണ്ടുകളിലും ഒരു പ്രത്യേക രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ആനുവൽ വെക്കേഷൻസ് എടുക്കുന്നതിനായിട്ടുള്ള ഒരു ഗോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടോപ്പപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മറ്റൊരു 10 സ്റ്റോക്കുകൾ, സാറ്റലൈറ്റ് സ്റ്റോക്കുകൾ എന്നുള്ള രീതിയിൽ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്റ്റോക്കുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഈ ഇത്തരം ഹൈബ്രിഡ് ഡെറ്റ് ഫണ്ടുകളിലും നമ്മൾ നിക്ഷേപിച്ചുകൊണ്ട് ഈ വെക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടുകൾ നമ്മൾ എൻഹാൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ് സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റൊക്കെ അറിയുന്നതിനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു മികച്ച വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഈ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് എന്താണ്? ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയോ ബിസിനസ്സോ വഴി നമുക്കൊരു ഇൻകം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അതിന് അനുബന്ധിച്ചുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാവണം. നമ്മൾ ചിലവഴിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നമ്മളൊരു കയ്യിൽ വരുന്ന വരുമാനത്തിൻ്റെ 50-60% കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് കൃത്യമായിട്ടുള്ള ഗോളുകൾക്ക് അനുസരിച്ച് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ നമുക്കൊരു പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. ഇതിനെന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.